കുഞ്ചി ഫോട്ടോ എടുക്കാനേ ആള് വരുന്നുണ്ട്. വേറെ ഡ്രസ് ഇടുക ഫോട്ടോ എടുക്കാനേ. വേറെ ഡ്രസ്സൊന്നും ഇടാന് പറ്റൂല. ഈ കുപ്പായം തന്നെ ഇട്ടാ മതിന്ന് അമ്മ പിന്നെയും പിന്നെയും പറഞ്ഞുക്കുണു. ഓ, ഈ അമ്മനെയും കൊണ്ട് പെടുങ്ങാറായല്ലോ. ഈ ഡ്രസ് ഒക്കെ ഇട്ടിട്ടേ എങ്ങനെയാണ് ഫോട്ടോ എടുക്കുക? ഒരു ഭംഗിയൊക്കെ വേണ്ടേ? അങ്ങനൊന്നും ഒരു കളിയാക്കണ്ട് കുഞ്ഞാപ്പോ. ഒരു ഡ്രസ് ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷെ എന്താണെന്നറിയോ, ഒരു പുതിയതാണെന്ന് തോന്നണ്ടേ, അതിനാണ് പട്ടുസാരി എടുക്കാൻ പറഞ്ഞത്. അല്ല കുഞ്ചിയെ, കുഞ്ചിയുടെ ഡ്രസ് നല്ല ഭംഗിയുണ്ട് കേട്ടോ, പക്ഷെ എന്താണെന്നറിയോ, ഒരു കല്യാണ പെണ്ണാകുമ്പോ ഒരു പട്ടുസാരിയും പൂവും ഒക്കെ വെക്കണ്ടേ, അതാണ്. അല്ല തക്കുടുവാവേ, അല്ല പിന്നെ ഇന്നാണല്ലേ കുഞ്ചി സുന്ദരിയാവോ ഒന്നും കൂടി. പട്ടുസാരിന്ന് പറഞ്ഞാല് എന്താണ്? ഞങ്ങൾക്കും തരോ പട്ടുസാരി? കുറക്കും കുടുകുടക്കും. എന്തിനാണ് ഇങ്ങനെ ചിരി വരുന്നത്? കുടുകുടുവാണെങ്കിലേ തമാശ പറഞ്ഞിട്ടുണ്ടാകും. എന്തിനാണ് ചിരിക്കുന്നത്? ഞാന് പറഞ്ഞത് നല്ലോണം ഇഷ്ടായിക്കൊള്ളോ? എന്ത് കുടുംബക്കാരുടെ തക്കുടുവാവി കണ്ടത്? ഇനിയിപ്പോ ഓൻക്ക് പട്ടുസാരി എടുക്കേണ്ടി വരുമോ? കുടുകുടോ? അതെ, അങ്ങനെയൊന്നല്ല. പിന്നെ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാ? കുടുകുടോ അതല്ലേ പെൺകുട്ടികൾ ഇടുന്നതാണ്, ആൺകുട്ടികൾക്കൊന്നും അത് ഇടാൻ പറ്റൂല. പെണ്ണുങ്ങളും മാത്രമാണോ സുന്ദരി ആവന്നെ? അപ്പൊ ആണുങ്ങൾക്ക് ഒന്നും വേണ്ടേ? ആണുങ്ങൾക്ക് വേറെ ഡ്രസ്സാണ്, അങ്ങനത്തെ ഇല്ല. ഇപ്പൊ തന്നെ കണ്ടോ, കുഞ്ചി വേറെ ഡ്രസ്, കുഞ്ചൻ വേറെ ഡ്രസ്. ഈ സുന്ദരി പെണ്ണ് ഈ പട്ടുപാവാടയ്ക്ക് ഇട്ടിട്ട് നല്ലോണം സുന്ദരി ആയിക്കുന്നു. താങ്ക് യു. ഒന്ന് കൈ ഇങ്ങോട്ട് താ മാഷേ. മാഷോ അങ്ങനെ പറഞ്ഞാൽ എന്താണ് സാധനം? അയ്യോ ഒന്നുമില്ല. അങ്ങനെ പറഞ്ഞാൽ ഇവിടെ പറയാ, കുട്ടികളെ പഠിപ്പിച്ചിന മാഷന്മാരില്ലേ, ഓനെ മാഷേന്ന് വിളിച്ച. ഞാന് ആരെയും പഠിപ്പിച്ചെന്ന് ഇല്ലല്ലോ, പിന്നെ എന്തിനാ ഇന്നെ മാഷേന്ന് വിളിച്ചത്? അതാണ് പറഞ്ഞോക്ക് ചിഞ്ഞോ, അനക്കല്ലെങ്കിൽ കുറച്ച് കൂടുതലാ. അല്ല കുഞ്ഞപ്പോ, നമ്മളിതിടയ്ക്ക് വേറൊരു കാര്യം ചെയ്യണ്ടേ? പിന്നല്ലാതെ അത് ചെയ്യാതെ അവർക്കുള്ള പണി നമുക്ക് കൊടുക്കണം. അയക്കലൊന്നും കാണാല്ലേ ചിഞ്ഞ ഇവിടെ എന്നും, എവിടൊക്കെ പോയിക്കണാവോ? ഓല് എവിടെ പോയി ഒളിച്ചാലും ഓലിക്കുള്ള പണി നടന്ന് പോകുന്നുണ്ട്. ചിഞ്ഞോ നടന്നിട്ട് പോണ്ട, ഓടിയിട്ട് പോയിക്കൊന്നാലേ വേഗം എത്തുള്ളൂ. തമാശ. ഇന്നാലും ഫോട്ടോ എടുക്കുന്ന ആളെന്താ വരാത്ത്? ഓലിക്ക് ഇപ്പൊ തന്നെ വരും തക്കടുവാവേ. ഓലോട് ഞാൻ പറഞ്ഞേക്കണം, പറഞ്ഞ ടൈമിൽ വന്നിട്ടില്ലെങ്കിലേ 1000 ഉറുപ്പിക ശമ്പളത്തിന് കട്ടിന്ന് ഞാൻ പറഞ്ഞേക്കണു. ആ എന്തായാലും നേരത്തെ വരുമായിരിക്കും. വന്നില്ലെങ്കിൽ ആർക്കാൻ പറ്റും? പറഞ്ഞു നാവെടുത്തില്ല, അതാ വരുന്നു. അപ്പൊ ഞാനേ നേരം വെക്കിട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ നേരം വെക്കലേ ശരിയാവൂലല്ലോ. അതിനല്ലേ ഞാൻ വേഗം വന്നത്. എവിടെ പുതിയ പെണ്ണും പുതിയ ചെക്കനോടെ ഫോട്ടോ എടുക്കട്ടെ, ഇങ്ങോട്ട് മാറി നിന്നേ. കുഞ്ചാ ചിരിച്ചു നിന്നട്ടോ, ഫോട്ടോ എടുക്കാണ് ഫോട്ടോ. ഇങ്ങനത്തെ ഫോട്ടോ എടുക്കുക. ആന്ന് ഇവിടുത്തെ നമ്പർ 1 ഫോട്ടോഗ്രാഫറെ ഞാനാണ്. ഇവര് എന്ത് പരിപാടി ഉണ്ടെങ്കിലേ ഇന്നെ വിളിച്ചോളൂന്ന്. ഞാനൊരു സത്യം പറഞ്ഞോടത്തല്ലേ ചിന്നു ആ കുട്ടിക്ക്. അല്ല അതൊക്കെ ശരിയാണ്, ഇവിടുത്തെ നല്ല ഫോട്ടോ എടുക്കുന്ന ആളെ ഈ അങ്കിൾ തന്നെയാണ്. മാറി നിക്ക്, ഓരല്ലേ പെണ്ണ് ചെക്കനു, ഓരോ ഫോട്ടോ എടുക്കാൻ നിങ്ങൾ തോന്നല്ല. ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കണം തക്കുടുവാവേ. ഇന്ന് 1-2 ഫോട്ടോ നിങ്ങൾ എടുത്തിട്ട് നിങ്ങളോട് മാറി നിക്ക്, എന്നിട്ട് വേണം നമുക്ക് കുഞ്ചിന്റെ ഫോട്ടോ കുറെ എടുക്കണം. അല്ല ചിന്നസേ? അതെ ഓലല്ലേ കല്യാണം, പിന്നെ നിങ്ങളുടെ കല്യാണത്തിനെ നിങ്ങൾക്ക് നല്ലോണം ഫോട്ടോ എടുക്കാം. ഇപ്പൊ കുഞ്ചിന്റെ ഫോട്ടോ എടുക്കട്ടെ, ഇന്ന് ഓരോ ദിവസമാണ്. അങ്കിളെ ഞങ്ങൾ ഫോട്ടോ എടുക്കോ? പിന്നെന്താ, എല്ലാരും എടുക്കാലോ. ആദ്യം നിങ്ങൾ എല്ലാരും അവിടെ പോയി നിൽക്ക്, എന്നിട്ട് എല്ലാരും ഇവിടെ ഒരുമിച്ച് ഫോട്ടോ എടുക്കാം ആദ്യം.
കുഞ്ഞപ്പൂ വാ, ഇങ്ങനെ പോയി ഫോട്ടോ എടുത്തോളി. ഞാനിതൊക്കെ എത്ര കണ്ടതാ, ഇച്ചൊന്ന് ഫോട്ടോ എടുക്കണ്ട. കുഞ്ഞപ്പൂ ജാട ജാട ജാടന്നല്ലേട്ട പെണ്ണെ. എന്താ എല്ലാരും ഒന്ന് ചിരിച്ചേ? ഇനി ഓല എടുക്ക ചിരിച്ചത്, ഒരു 32 പല്ല് പുറത്തൊക്കെ ഇട്ടിട്ട് ചിരിച്ചും കൊണ്ട് നിൽക്കണത്. ഇനി ചിരിച്ചാലേ ശരിയാകൂല. ദാ റെഡി 1 2 3 സ്റ്റാർട്ട്. എന്തപ്പത് ഒച്ചണ്ടാക്കി ചിരിച്ചാലൊന്നേ ഫോട്ടോയിൽ കിട്ടൂല. ഇത് ഫോട്ടോ ആണ്, ഫോട്ടോ. അപ്പൊ ഞങ്ങളോടല്ലേ നല്ലോണം ചിരിച്ച് നിക്കാന് പറഞ്ഞത്. ഇപ്പൊ ചിരിച്ചെണ്ടാന്നും പറയുന്നു. അതെ ചിരിച്ചണ്ടേ. നിങ്ങൾ ചിരിച്ചിട്ടോ കാരണട്ടോ എങ്ങനെയെങ്കിലും നിൽക്കും. വേഗമാണ് ഫോട്ടോ എടുക്കാന്. എന്നിട്ട് കുഞ്ചരി മാത്രം ഫോട്ടോ എടുക്കണം. അങ്ങനെ റെഡി എടുത്തോ? ദാ എടുക്കാൻ പോവാണ്. എല്ലാരും ഒന്ന് ചേർന്ന് നിന്നേ. ഞങ്ങളൊക്കെ ചേർന്നിട്ടന്നെയാണ് നിൽക്കുന്നത്. ഒന്ന് വേഗം ഫോട്ടോ എടുക്കുന്നുണ്ടോ? മതി മതി, അങ്ങനെയൊക്കെ നിന്നാ മതി. ഒന്നും മിണ്ടാതിരിക്കുവോ? മിണ്ടി കഴിഞ്ഞാലേ ഇപ്പൊ അടുത്തൊന്നും ചെയ്യൂലല്ലോ വർത്താനം. ഇനി പെണ്ണും ചെക്കനും മാത്രം മതി, മറ്റുള്ളവരൊക്കെ ഇങ്ങോട്ട് മാറി നിൽക്കും. അത് ശരി. അപ്പൊ ചെവിടൊന്നും കേൾക്കൂലേ? പറഞ്ഞത് മനസ്സിലായില്ലേ? കൂടെ പോന്നാ ഫോട്ടോ ഇനി എടുക്കണം. ഇപ്പൊ ഇങ്ങോട്ട് മാറി കൊടുക്ക്. അങ്ങളെ ഓനെ മാറ്റാനുള്ള വഴി ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. വേഗമാണേ, ഇച്ചേ വേറെ കല്യാണം കൂടി ഉണ്ട്, അവിടെയും കൂടി പോയി ഫോട്ടോ എടുക്കാണ്ട് ഇത് കഴിഞ്ഞിട്ട്. അതൊക്കെ ഞങ്ങൾ ഇപ്പൊ മാറ്റിത്തരാങ്ങളെ. ചിന്നു ഇതറിഞ്ഞോ? അവിടെ ബിരിയാണി പാത്രത്തെ വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. ആളുകളൊക്കെ നല്ല തീറ്റത്രേ. നമ്മക്കൊക്കെ ഇനി കിട്ടോണോ? നമുക്ക് പോയി നോക്കിയാലോ? ആ വേഗം പോവാ. എന്നാലേ ഇനി ആലോചിച്ച് സമയം വേണ്ട. കുഞ്ഞപ്പ ഓടിക്കോ, അടി ആയിക്കണോ, തെയ്യാനായിക്കണോ. ഇത്ര പെട്ടെന്ന് പോയോ? എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? അതിപ്പോ ഒളിച്ചു തിമർത്തു. ഇത്രയും വലിയ സൂത്രം എന്റെ കയ്യിലുണ്ടായിരുന്നോ? എന്നിട്ടപ്പോ ഇതൊക്കെ എന്താങ്ങളെ? ഇതിലും വലുതാണ് എന്റെ കയ്യില്. അപ്പൊ അങ്ങളെ ഓലെ അങ്ങോട്ടൊക്കെ മാറ്റി നിർത്തി ഫോട്ടോ എടുത്തോ. ഞങ്ങൾ ഇതാ വരുന്നു. അവിടെ ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ട്. ഇനി ആർക്ക് പണിയെടുക്കാന്ന് ചിന്നസേ? അതൊക്കെ ഉണ്ടങ്ങളെ. തക്കുടുവാവി വേഗം വാ. ഒന്ന് ചിരിച്ചേ. അയ്യോ ഈ അങ്ങളെന്തെങ്ങനെ? അല്ലെങ്കിൽ തന്നെ ഓലെ എപ്പോ നോക്കിയാലും ചിരിച്ചും കൊണ്ടാ. ഇനിയിപ്പോ ചിരിച്ചാലും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? അത് പിന്നെ കുഞ്ഞപ്പോ ശീലായി പോയോണ്ടേ എല്ലാരോടും അങ്ങനെ പറഞ്ഞിട്ടേ. കുഞ്ഞ് ഓല് അല്ലെങ്കിലും അങ്ങനെന്നല്ലേ, തിന്നാന് കണ്ടാല് പിന്നെ ഓലിക്ക് വേറെ ഒന്നും വേണ്ടല്ലോ. കുഞ്ചി ഞങ്ങൾ പോയിട്ട് വരാ. എന്നാലേ നമുക്ക് ഇവിടെ കുറച്ച് നേരം നിക്കാം. കുഞ്ഞപ്പൂ ഓടി വാ. ഞാനിതാ എത്തിയല്ലോ. കണ്ടോ കുഞ്ഞപ്പൂ ഒന്നും ക്ഷണിച്ചിട്ടില്ല. അല്ല കുഞ്ഞപ്പൂ? ഇല്ലാന്നേ, ഞാൻ വേണമെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഇതേപോലെ ഓടിക്കോളാം. ഈ 3 എന്താ ഇവിടെ? കയ്യിലൊരു പാക്കറ്റും ഉണ്ടല്ലോ. ഇനിയിപ്പോ എനിക്ക് പണി തരാനായിട്ട് വന്നതാണോ? വാ തക്കുടുവാവേ, നമുക്ക് ഇതാ കാണുന്ന മരത്തിന്റെ ചോട്ടിൽ നിന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് നിന്റെ ക്ഷീണം മാറ്റിയിട്ട് പോവാം. തക്കുടുവാവേ ഒന്നും വിട്ട് നോക്കി നിൽക്കാതെ വേഗം വാ. എന്നാലും എന്തായിരിക്കും പ്ലാന്? ആ വേലിയുടെ മറവ് പോയി നിന്നിട്ട് ഒളിഞ്ഞു നിന്ന് കേൾക്കാം എന്താ പോലെ പറയണെന്ന്. മനസ്സിലായില്ലാന്ന്. ഇന്ന് കുഞ്ഞാപ്പൂ ഞാനങ്ങോട്ട് പറഞ്ഞു കൊടുക്കട്ടെ? പറഞ്ഞു കൊടുക്കേ. എന്നാലും എന്താവും? ഇനിയിപ്പോ എന്റെ പേരുടെ മുന്നിൽ നിന്നിട്ട് ഇച്ച് പണി തരാനുള്ള പ്ലാനാണോ? ആ എന്തെങ്കിലും ആവട്ടെ, എന്താ പറഞ്ഞേ ശ്രദ്ധിച്ച് കേൾക്കാം. ഭാഗ്യം ഇന്നോലാരും കണ്ടിട്ടില്ല. പിന്നല്ലേ ഇത് എന്തിനാ
കൂട്ടിയാ മതി. അതുവരെ എന്റെ തൊള്ളിന് കമാന്നൊരു അക്ഷരം വരട്ടെ. മനസ്സിലായോ? ചിന്നുസേ, അതാണ് കുഞ്ഞപ്പ പറഞ്ഞത് കേട്ടാ മതി. മനസ്സിലായോ? മനസ്സിലായി. ഇനി പറ, ഇത് എന്തിനുള്ള പൊടിയാണ്? ഈ പൊടി എന്തിനാന്നറിയോ? ചക്കി മീനും ഒന്നും കാണാതെ നമുക്ക് മാത്രം ഇതൊരു ഗ്ലാസ്സിൽ കലക്കിയിട്ട് കുടിക്കാം. ഇത് എന്തിനാന്നറിയോ കുടിക്കണത്? എന്തിനാ? അത് പിന്നെ കുടിച്ചാലുണ്ടല്ലോ നമ്മൾ നല്ല സുന്ദരിയാവും. പിന്നെ നമുക്ക് നല്ല ഉത്സാഹം ഉണ്ടാകും. നമുക്ക് കല്യാണത്തിനൊക്കെ അടിച്ചു പൊളിക്കണ്ടേ? അതിന് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നല്ലോണം കളിക്കണ്ടേ? വേണം. അതിനുള്ള പൊടിയാണിത്. മനസ്സിലായോ? അപ്പൊ തക്കടുവാവേ മിണ്ടരുത്. സംശയം തീർക്കണ സമയം ഇതല്ല. ഞാൻ മിണ്ടണമൊന്നുമില്ല. അങ്ങനെ വരട്ടെ. അപ്പൊ അതാണ് കാര്യം. ഓൾക്ക് ഒറ്റക്കവിടെ പോയി വിലസാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഞാനേ ഈ ഇക്രു ഇവിടെ ഉള്ളപ്പോഴേ അത് നടക്കുന്നു തോന്നുന്നുണ്ട് മക്കളെ. ശരിയാക്കി തരാം, എല്ലാം ശരിയാക്കി തരാം. എല്ലാവേ കലക്കി കയ്യിൽ തരാട്ടോ. അവിടെ അടിപൊളിയായിട്ട് അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ട് കറങ്ങി നടക്കണത് ഞാനും ചക്കി മീനോക്കരം. നിങ്ങളൊക്കെ ഒരു മൂലക്ക് ഇരുന്നോളും. ഈ ഇക്രുവിന്റെ പേരുടെ മുറ്റത്ത് തന്നെ വന്നിട്ട് വേണം നിങ്ങൾക്ക് പ്ലാൻ ഇടാന്. ശരിയാക്കി തരാം, ശരിക്കും ഞാൻ ശരിയാക്കി തരാം. ഇക്രു ആരാണെന്നേ നിങ്ങൾക്ക് ശരിക്കും അറിയില്ല. അപ്പൊ നമുക്കിനി പോകലേ? തക്കടുവാവിടെ ക്ഷീണൊക്കെ മാറിക്കണോ? പിന്നെ ഓൾ ക്ഷീണം ശരിക്കും മാറിക്കണോ? അത് ഉറപ്പല്ലേ? എന്താ ഞാൻ പറഞ്ഞതുപോലെ ഈ പൊടിയാക്കി വെള്ളം നിനക്ക് വേണ്ടേ? ചിന്നു കുടിച്ചാണെങ്കിൽ ഇച്ചും വേണം. ഇന്നെങ്കിൽ മിണ്ടാതെ പോന്നോളി. അപ്പൊ അതാണ് കാര്യം. ഇച്ചൊന്നും മനസ്സിലായിട്ടില്ല. ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായിക്കണോ? ഇങ്ങോട്ട് പോരെ. എന്നാലും ആ പൊടി ഇപ്പൊ ഇങ്ങനെ കഴിക്കലാക്കുക. ചക്കടി മീനന്റെയും കൂട്ടി തന്നെ പിടിക്കേണ്ടി വരും. ആ ഇക്രു എവിടെയാണാവോ? കല്യാണത്തിന് വരുന്നില്ലേനാവോ? ഇന്ന് പോയിട്ട് നന്നായിട്ടൊന്ന് ബിരിയാണി സാപ്പിടണം. എടാ ഇക്രു, ഇക്രു, ഇവന്റെ ഇന്നും കഴിഞ്ഞില്ലേ? അതോ ഇനിയിപ്പൊ ഇന്നിട്ടിട്ട് നേരത്തെ കാലത്ത് തന്നെ പോയോ അങ്ങോട്ട്? എടാ അപ്പു, ഞാൻ ഇവിടെ തന്നെ ഉണ്ടടാ. അന്നാരപ്പോ ഈ വെയിലുമ്പോ കുത്തി തറച്ചു വെച്ചത്? ഇന്നാരും കുത്തി തറച്ചു വെച്ചോന്നല്ല, ഞാൻ തന്നെ കേറി ഇരുന്നതാണ്. ഇന്നാളേ അതിമ്മ അമർന്ന് അങ്ങോട്ട് പോണ്ട, ഇങ്ങോട്ട് നീച്ച് പോന്നോ. അല്ലെങ്കിൽ നല്ലൊരു ബിരിയാണി അങ്ങോട്ട് മിസ്സാകും. അതല്ലടാ അപ്പു, ഒരു കാര്യം ഉണ്ടെന്ന്. എന്ത് കാര്യ? ഇത് കല്യാണത്തിന് വരുന്നില്ലേ? ഞാനൊക്കെ മാറ്റിക്കണു. ഇജെന്തെങ്കിലും ഒരുങ്ങാത്ത്? ഞാനൊക്കെ ഇപ്പോഴേ മാറ്റിക്കണു. അപ്പഴുണ്ടല്ലോ ഇവിടെ രഹസ്യം നടന്നു. എന്ത് രഹസ്യം? ഇത് കല്യാണത്തിന് വരുന്നുണ്ടെങ്കിൽ വന്നോ, അല്ല ഇപ്പൊ ഞാൻ പോട്ടോ. ഏയ് അങ്ങനെ പോവല് ചങ്ങായി. എന്താ പറ? പിന്നില്ലേ ഞാനൊരു രഹസ്യം കണ്ടുപിടിച്ചു. എന്ത് രഹസ്യ? കുഞ്ഞാപ്പും ചിന്നും തക്കടുവാവയും ഇവിടെ നിന്നിട്ട് പറയാനേ അവരുടെ കയ്യിലൊരു പൊടിയുണ്ട്. അത് ഞാൻ ഒളിഞ്ഞെന്ന് കേട്ടതാ. എന്ത് പൊടി? ആ പൊടി തട്ടാനുണ്ടല്ലോ, നമ്മളത് കുടിച്ചു കഴിഞ്ഞാലേ നമുക്ക് നല്ല എനർജി വരുമെന്ന്. നമുക്ക് ഓടിച്ചാടി നടക്കാം. കല്യാണത്തിന് നമ്മൾ സുന്ദരനാകും. മുഖമൊക്കെ നല്ല വെളുത്ത് തൊടുത്ത് സുന്ദരനാകുന്നാ പറഞ്ഞത്. അല്ലെങ്കിൽ എന്താ, നീ നിറയില്ലേ? അതല്ല, കുറച്ചും കൂടി ഉണ്ടായിക്കോട്ടെന്ന്. അങ്ങനെ ഇപ്പൊ ഓല് മാത്രം തുടങ്ങണ്ട. ഞാനൊന്നുമില്ലട്ടോ ഈ പണിക്ക്. ഇന്നൊന്നും കിട്ടൂല. ഇജി എപ്പോ ഓൽക്ക് പണി കൊടുക്കാൻ പോയോ അപ്പോഴൊക്കെ പണി കിട്ടിക്കണ കണക്കാണ്. അത് ഇജി നല്ലോണം ഓർത്തോ. അങ്ങനെ ഇങ്ങനെ പറയണ്ടെന്ന്. എപ്പോഴേലൊക്കെ ഞാനൊന്ന് ജയിക്കുവേ. ഇജിപ്പം ഇന്റിപ്പം കല്യാണത്തിന് വരുന്നുണ്ടോ അല്ലേ? ഇച്ച അതറിഞ്ഞാ മതി. നടക്ക്, ഞാൻ വരുന്നുണ്ട്. അങ്ങോട്ട് പോയാൽ തന്നെ ഇന്റെ പരിപാടികളൊക്കെ നടക്കുള്ളൂ. ഇന്ന വേഗം ഇങ്ങോട്ട് പോന്നോ.